നമസ്കാരം, ഇത് ദ ഇന്ത്യൻ. സൗദി അറേബ്യ തങ്ങളുടെ F-15 പോർ വിമാനങ്ങൾക്കായി ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച അസ്ത്ര MK-1 BVR എയർ-ടു-എയർ മിസൈലുകൾ വാങ്ങാൻ താൽപ്പര്യപ്പെടുന്നുവെന്ന രീതിയിൽ റിപ്പോർട്ടുകൾ മുൻപ് പുറത്തു വന്നിരുന്നു. ഇങ്ങനെയൊരു കരാർ നടപ്പിലാവുകയാണെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്കുള്ള ഇന്ത്യയുടെ സൈനിക ഉപകരണ കയറ്റുമതിയിൽ അതൊരു വലിയ ചൂടുവയ്പായിരിക്കും. കാരണം ഒരു പ്രധാന പാശ്ചാത്യ പോർ വിമാനത്തിൽ ഇന്ത്യൻ നിർമ്മിത മിസൈൽ ഉപയോഗിക്കുന്നത് ഇതാദ്യമായിട്ടായിരിക്കും. കാഴ്ചപരിധിക്ക് അപ്പുറമുള്ള ലക്ഷ്യങ്ങളെപ്പോലും തകർക്കാൻ ശേഷിയുള്ള ഒന്നാണ് ഈ മിസൈൽ. എന്നിരുന്നാലും ഈ വിൽപ്പന സാമ്പത്തികമായി ഇന്ത്യക്ക് വളരെ വലിയ നേട്ടമാണെങ്കിലും സൗദിയുടെ F-15 വിമാനങ്ങളിൽ ഈ മിസൈൽ കൃത്യമായി ഘടിപ്പിക്കുന്നതും പ്രവർത്തിപ്പിക്കുന്നതും കേവലം ആയുധം വാങ്ങുന്നതിനേക്കാൾ വളരെ സങ്കീർണമായ കാര്യമാണ്. ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിൽ ശക്തമായിക്കൊണ്ടിരിക്കുന്ന സൈനിക സഹകരണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ നീക്കമെന്നാണ് സൈനിക വാർത്താ വെബ്സൈറ്റായ IDRW റിപ്പോർട്ട് ചെയ്യുന്നത്. കുറഞ്ഞ നിർമ്മാണ ചെലവും മികച്ച ശേഷിയുമുള്ള അസ്ത്ര മിസൈലുകൾ വൻതുക ചെലവ് വരുന്ന പാശ്ചാത്യ ആയുധങ്ങൾക്ക് പകരമായി അന്താരാഷ്ട്ര വിപണിയിൽ ശ്രദ്ധ നേടുന്നുണ്ട്. തങ്ങളുടെ വിഷൻ 2030 പദ്ധതിയുടെ ഭാഗമായി പ്രതിരോധ പങ്കാളിത്തങ്ങൾ വൈവിധ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്ന സൗദിക്ക് മുൻപിൽ അസ്ത്ര മികച്ചൊരു ബദലാണ്. വാണിജ്യപരമായി രണ്ട് രാജ്യങ്ങൾക്കും ഈ ഇടപാട് ലാഭകരമാണെങ്കിലും ഇത് പ്രാവർത്തികമാകുന്നത് അത്ര എളുപ്പമുള്ള ഒന്നല്ല. F-15 വിമാനങ്ങളിൽ അസ്ത്ര മിസൈലുകൾ സജ്ജീകരിക്കാൻ കേവലം പ്രതിരോധ കരാറിനപ്പുറമുള്ള സങ്കീർണമായ സാങ്കേതിക നിയമ നടപടികൾ ആവശ്യമാണ്. അസ്ത്ര മിസൈൽ സൗദി അറേബ്യയുടെ ബോയിങ് F-15S, F-15SA പോർ വിമാനങ്ങളിൽ ഘടിപ്പിക്കാൻ കഴിയുമോ എന്നതാണ് കൂടുതലും വലുതും സങ്കീർണവുമായ ചോദ്യം. സാങ്കേതികമായ വശങ്ങൾ പരിശോധിച്ചാൽ ഇത് സാധ്യമാണ്. എഞ്ചിനീയർമാർ സോഫ്റ്റ്വെയർ നവീകരിക്കുകയും ഇലക്ട്രോണിക് സംവിധാനങ്ങൾ ശരിയാക്കുകയും ലോഞ്ചറിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുകയും ഫ്ലൈറ്റ് ടെസ്റ്റിംഗ് നടത്തുകയും ഔദ്യോഗിക സുരക്ഷാ അംഗീകാരം നേടുകയും ചെയ്താൽ വ്യത്യസ്ത ആയുധങ്ങൾ ഉപയോഗിക്കാൻ പാകത്തിന് ആധുനിക പോർ വിമാനങ്ങളെ മാറ്റിയെടുക്കാൻ കഴിയും. ഇവിടെ എഞ്ചിനീയർമാർക്ക് ഇതെങ്ങനെ ചെയ്യണമെന്ന് അറിയാമോ എന്നതല്ല യഥാർത്ഥ പ്രശ്നം, മറിച്ച് നിയമപരമായും പ്രായോഗികമായി ഇത് ചെയ്യാൻ അവർക്ക് അനുവാദമുണ്ടോ എന്നതാണ്. F-15 വിമാനത്തിൻ്റെ കാര്യത്തിൽ ആ തീരുമാനം പ്രധാനമായും അമേരിക്കയുടെ കൈകളിലാണ്. കാരണം F-15 പോർ വിമാനത്തിൻ്റെ പ്രധാന കമ്പ്യൂട്ടർ സിസ്റ്റങ്ങൾ, അതിൻ്റെ റഡാർ, ആയുധ നിയന്ത്രണ സംവിധാനങ്ങൾ, ഫ്ലൈറ്റ് സോഫ്റ്റ്വെയർ എന്നിവയുൾപ്പെടെയുള്ളവ പ്രവർത്തിപ്പിക്കുന്നത് അതീവ രഹസ്യവും സുരക്ഷിതവുമായ അമേരിക്കൻ സാങ്കേതിക വിദ്യയിലാണ്. ആവശ്യമായ സോഫ്റ്റ്വെയർ, ഏവിയോണിക്സ് ഇൻ്റർഫേസുകൾ, ലോഞ്ചർ മാറ്റങ്ങൾ, ഫ്ലൈറ്റ് ടെസ്റ്റിംഗ്, സർട്ടിഫിക്കേഷൻ ജോലികൾ എന്നിവ പൂർത്തിയാക്കുകയാണെങ്കിൽ വ്യത്യസ്ത ആയുധങ്ങൾ ഉപയോഗിക്കാൻ പാകത്തിന് ആധുനിക പോർ വിമാനങ്ങളെ മാറ്റിയെടുക്കണം. എന്നാൽ F-15 വിമാനങ്ങളുടെ മിഷൻ കമ്പ്യൂട്ടർ, റഡാർ, സോഫ്റ്റ്വെയർ എന്നിവ അമേരിക്കയുടെ ഇൻ്റർനാഷണൽ ട്രാഫിക് ഇൻ ആംസ് റെഗുലേഷൻസ് അഥവാ ITAR പ്രകാരം കർശനമായി നിയന്ത്രിക്കപ്പെട്ടിട്ടുള്ളതാണ്. വിമാനത്തിൻ്റെ രഹസ്യ സോഴ്സ് കോഡുകളിലേക്ക് ഇന്ത്യക്കോ സൗദിക്കോ പ്രവേശനമില്ല. മറ്റൊരു പ്രധാന ഘടകം F-15 പോർ വിമാനങ്ങളുടെ യഥാർത്ഥ നിർമ്മാതാക്കളായ ബോയിങ് കമ്പനിയുടെ പങ്കാണ്. വിമാനത്തിൽ പുതിയൊരു ആയുധം ഘടിപ്പിക്കണമെങ്കിൽ നിരവധി സങ്കീർണമായ എഞ്ചിനീയറിംഗ് ജോലികൾ ഇതിൽ വരുത്തേണ്ടതുണ്ട്. ചിറകുകൾക്ക് ആയുധം താങ്ങാനുള്ള ശേഷിയുണ്ടോ എന്ന് പരിശോധിക്കുക, വായുപ്രവാഹം ഇതിനെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് നിരീക്ഷിക്കുക, വിൻഡ് ടണൽ പരിശോധനകൾ നടത്തുക, സോഫ്റ്റ്വെയർ നവീകരിക്കുക, ഫ്ലൈറ്റ് സിമുലേറ്ററുകളിൽ പരിശീലിക്കുക, മിസൈൽ സുരക്ഷിതമായി വിട്ടുപോകുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ യഥാർത്ഥ ടെസ്റ്റ് ഫ്ലൈറ്റുകൾ നടത്തുക എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു. ഇത്തരം ജോലികൾ സാധാരണയായി ബോയിങ് നേരിട്ടോ അല്ലെങ്കിൽ ബോയിങ് ഔദ്യോഗികമായി അംഗീകരിച്ച കമ്പനികളോ ആണ് ചെയ്യുക. ബോയിങ്ങിന്റെ സഹായമില്ലാതെ F-15 വിമാനത്തിൽ പുതിയൊരു എയർ-ടു-എയർ മിസൈൽ ഘടിപ്പിക്കുന്നതിനും ഉപയോഗിക്കുന്നതിനും ആവശ്യമായ ഔദ്യോഗിക സുരക്ഷാ അനുമതികൾ നേടുന്നത് വളരെയധികം പ്രയാസമായിരിക്കും. അമേരിക്കയുടെ ഫോറിൻ മിലിറ്ററി സെയിൽസ് പദ്ധതി വഴിയാണ് സൗദി F-15SA വിമാനങ്ങൾ സ്വന്തമാക്കിയത്. അമേരിക്കയുടെ മുൻകൂർ അനുമതിയില്ലാതെ മാറ്റങ്ങൾ വരുത്തിയാൽ തന്നെ സ്പെയർ പാർട്സുകൾ ലഭിക്കുന്നതിനെയും ഭാവിയിലെ അറ്റകുറ്റപ്പണികളെയും ഇത് വളരെയധികം ബാധിക്കും. അതിനാൽ തന്നെ US-ന്റെ പച്ചക്കൊടി ലഭിച്ചാൽ മാത്രമേ പദ്ധതി മുന്നോട്ട് പോകൂ എന്ന് ചുരുക്കം. മുമ്പ് ചില രാജ്യങ്ങൾക്ക് ഇത്തരം ഇളവുകൾ അമേരിക്ക നൽകിയിട്ടുണ്ടെങ്കിലും അസ്ത്രയുടെ കാര്യത്തിൽ US-ന്റെ നിലപാട് നിർണായകമാകും. ചുരുക്കത്തിൽ പദ്ധതി കേവലം ഇന്ത്യ സൗദി ഉഭയകക്ഷി ഇടപാടിൽ ഒതുങ്ങാതെ അമേരിക്ക കൂടി ഭാഗമാകുന്ന ഒരു ത്രികക്ഷി പങ്കാളിത്തമായി മാറും. തന്ത്രപ്രധാനമായ സോഫ്റ്റ്വെയർ കൈമാറ്റത്തിനും സാങ്കേതിക സഹകരണത്തിനും US അനുമതി നൽകുമോ എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഈ മിസൈൽ ഇടപാടിൻ്റെ ഭാവി.